ഗോശ്രീ രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കുക, പ്രൈവറ്റ് ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത് അവസാനിപ്പിക്കുക, ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ കണ്ടെയ്നർ പാർക്കിംഗ് ക്രമീകരിക്കുക, കടൽ കയറ്റം മൂലം കഷ്ടപ്പെടുന്ന വൈപ്പിൻ ജനതയുടെ ദുരിതം അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം കമ്മിറ്റി ഗോശ്രീ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ധർണ സേവാദൾ എൻ ബ്രിഗേഡിയർ ചെയർമാൻ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സായാഹ്ന ധർണ ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഗോശ്രീ രണ്ടാം പാലത്തിലെ അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളം. ഈ 3 മാസമായിട്ട് ഒരു പാലം അടച്ചിട്ടിട്ടാണ് ബാക്കി ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാലത്തിലൂടെയാണ് 2 സൈഡിലോട്ടും ഉള്ള ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമൂലം ഒന്നാമത്തെ കാര്യം, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിൽ രണ്ടാം പാലം ഇറങ്ങി അതായത് ഇവിടെ നിന്ന് നമ്മുടെ വൈപ്പിനിൽ നിന്ന് ഒന്നാം പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് വൈപ്പിൻ പാലം നമ്മുടെ വല്ലാർപാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്ന ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നടന്ന് അങ്ങ് മുളവാട് ബോൾഗാട്ടി വരെ ഈ ബ്ലോക്ക് ഏകദേശം വൈപ്പിനിൽ നിന്ന് ഹൈക്കോർട്ട് വരെ എത്തുന്നതിന് ഏകദേശം 1 മണിക്കൂറോളമാണ് ഇന്ന് ഈ വൈപ്പിൻ ജനത എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പോയിന്റ്, ഒരു വിഷയം. ഒരു വിഷയം തന്നെ. അപ്പോൾ ഇതിനിടയിൽ കുറേ ആക്സിഡൻറ്റുകൾ നടക്കുന്നു. അവിടെ ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറികൾ രാത്രി സമയമാകുമ്പോൾ പാർക്ക് ചെയ്തിട്ടാൽ 2 വീലറിൽ വരുന്നവർക്ക് കാണാൻ സാധിക്കാറില്ല. നേരെ കൊണ്ടുപോയി ഈ വണ്ടികളിലേക്ക് ഇടിച്ചു കയറ്റുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതിനെതിരെയാണ് രണ്ടാമത്തെ വിഷയം ഇതാണ്. ഈ സായാഹ്ന ധർണയുടെ രണ്ടാമത്തെ വിഷയം ഇതാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളുടെ നഗരപ്രവേശവുമായി ബന്ധപ്പെട്ട്. പ്രൈവറ്റ് ബസ്സുകൾ നഗരപ്രവേശം നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ആഘോഷങ്ങളൊക്കെ ആക്കി നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രി 8 മണി കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പ് ഓടാനായിട്ട് ബസ്സുകൾ തയ്യാറാവുന്നില്ല. ഇവിടെയുള്ള ലോക്കൽ ബസ്സുകൾ, ഈ പറയുന്ന എറണാകുളത്തു നിന്ന് വരുന്ന ബസ്സുകൾ എല്ലാവരെയും എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു കാരണത്താൽ സത്യം പറഞ്ഞാൽ ഇവിടെ മാത്രം ലോക്കൽ ഓടുന്ന ബസ്സുകൾ ട്രിപ്പ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാളമുക്ക് മുതൽ ചെറായി വരെ ഉള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷയങ്ങൾ. ഇവിടെ ഒരു MLA ഉണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ എന്ത് വികസനമാണ് CPM എന്ന പാർട്ടിയോ ഈ പറയുന്ന സർക്കാരോ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു തരത്തിലുള്ള വികസനം എന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിൽ ടൈല് പാകി റോഡിൻ്റെ വീതി കുറക്കുക എന്നുള്ളതല്ല വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉള്ള വികസനമാണ് വേണ്ടത്. അവർക്ക് അവരുടെ വീട്ടിലേക്ക് അന്നം തിന്നാനായിട്ട് കറക്റ്റായിട്ട് പൈസ എത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വികസനം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഈ വൈപ്പിങ്കരയെ ഏറ്റവും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഗതാഗത കുരുക്കിന് ഒരു തരത്തിലുള്ള പരിഹാരവും നമ്മുടെ MLAക്കോ ഈ പറയുന്ന സർക്കാരിനോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിശാഖ് അശ്വിൻ അധ്യക്ഷത വഹിച്ചു. ഓച്ചന്തുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട് മുഖ്യപ്രഭാഷണം നടത്തി. KS ഹർഷാദ്, TS ഷിജിത്ത്, AS ശ്യാംകുമാർ, MP ക്ലീറ്റസ്, AM രാജേഷ്, ആഷ്ലിൻ പോൾ, KI ഇസഹാഖ്, മുഹമ്മദ് ജസീർ, സരിത സനൽ, സ്റ്റെഫി റൻസൻ, TA ഫാറൂഖ്, റൻസൻ, ജോൺ കാനപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു.